ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ആയില്ല ഇങ്ങനെ കണ്ടിട്ട്. ഞങ്ങൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു 2 ദിവസത്തേക്ക്. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ. കുറച്ച് തണുപ്പുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഐറൂന് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ആദ്യം തന്നെ പെട്ടിയിൽ എടുത്ത് വെക്കുന്നത്. ബ്ലാങ്കറ്റും സ്വെറ്ററും കുറച്ച് കട്ടിയുള്ള ഡ്രസ്സുകളും അതുപോലെ മെയിനായിട്ട് ഡയപ്പർ, ടവൽസ്, അതുപോലെ സോക്സ്, അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ എടുത്ത് വെക്കുന്നത്. അതിനുശേഷം പിന്നെ നമ്മളെ ഡ്രസ്സും കൂടെ അതിൽ ഒപ്പിച്ചു കേട്ടോ. 2 ദിവസത്തേക്കാണ് കേട്ടോ നമ്മൾ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അധികം ഡ്രസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് അറിയാലോ, നമ്മൾ എന്തായാലും എക്സ്ട്രാ കുറച്ച് ഡ്രസ്സ് കയ്യിൽ വെക്കും. പിന്നെ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. 300 സംതിങ് എന്തോ ആയിരുന്നു ഞാൻ വാങ്ങിയ സമയത്ത് ഇതിൻ്റെ റേറ്റ്. ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ടാഗ് ചെയ്യാം. പാക്കിംഗ് ഒക്കെ പെട്ടെന്ന് തീർത്ത് നമ്മൾ നേരത്തെ തന്നെ കിടന്നു കേട്ടോ. പിറ്റേന്ന് നേരത്തെ എഴുന്നേറ്റ് നമുക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഐറൂണിലുള്ള ഫുഡൊക്കെ റെഡി ആക്കാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ ഒരു 7 മണിയാവുമ്പം പുറപ്പെടാം എന്നുള്ള രീതിയിലാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. 8:30 ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മളെ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങളെ ഫാമിലിയും ഏട്ടൻ്റെ പാപ്പൻ്റെ ഫാമിലിയും കൂടിയാണ് കേട്ടോ ഈ ഒരു ട്രിപ്പിലുള്ളത്. അപ്പം നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് വരെ പറഞ്ഞില്ലല്ലോ. ഊട്ടിയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം കുറേ ആയി ഇങ്ങനെ പോകണം എന്ന് വിചാരിച്ച ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് അവസാനം ഒരു ഡേ വന്നെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഐറൂനെ കൊണ്ട് ഇത്ര ലോങ് ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഒരു ടെൻഷൻ ഉണ്ട്, അവന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ, കാരണം ക്ലൈമറ്റ് ഒക്കെ മാറുകയാണല്ലോ. അതുപോലെ ഇത്രയും നേരം വണ്ടിയിൽ തന്നെ ഇരിക്കേണ്ട, അപ്പം അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് അവന് ഉണ്ടാവും, അല്ലെങ്കിൽ കരയോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഈ ഒരു ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് അവനെ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഊട്ടിയിലെ കാഴ്ചകളൊക്കെ കാണാം. ഇനി അങ്ങോട്ട് നമ്മളെ വീഡിയോയിൽ പച്ചപ്പും അതുപോലെ നീലാകാശം ഒക്കെയാണ് കേട്ടോ ഉണ്ടാവുക. നിലമ്പൂർ വഴിയാണ് നമ്മൾ പോകുന്നത്. മസനഗുഡിയൊക്കെ വഴി പോകുന്നവരുണ്ട്. അപ്പം നമ്മൾ നിലമ്പൂർ നാടുകാണീശ്വരം കയറിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ കാണുന്നത് നിലമ്പൂർ തേക്കിൻ തോട്ടാണ്. ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത തേക്കിൻ തോട്ടാണ് കേട്ടോ അത്. 1840 കാലഘട്ടങ്ങളിൽ മലബാറിലെ ബ്രിട്ടീഷ് ഗവർണർ ആയിട്ടുള്ള HV കൊണോളിയാണ് ഈ ഒരു പ്ലാന്റേഷന് തുടക്കം കുറിച്ചിട്ടുള്ളത്. 1500 ഏക്കറോളം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു തോട്ടത്തിൽ 1 മില്യൺ തേക്കുകൾ ഉണ്ടെന്നാണ് കേട്ടോ കണക്ക്. കേരളത്തിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന നാടുകാണീശ്വരം 1864 വില്യം കമ്പയിൽ എന്ന ബ്രിട്ടീഷുകാരൻ ആദിവാസിയുടെ സഹായത്തോടെ കണ്ടെത്തിയെന്നാണ് കേട്ടോ വിശ്വസിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടിയിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാടുകാണിയിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. മലപ്പുറം ജില്ലയിലെ വഴിക്കടവിനടുത്ത് നിന്നും ആരംഭിക്കുന്ന ചുരം വഴിക്കടവ് മുതൽ അതിർത്തി വരെ 14 കിലോമീറ്ററോളം വ്യാപിച്ചെടുക്കുന്നുണ്ട്. എലിഫന്റ് ക്രോസിംഗ് ഏരിയ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ബോർഡ് കാണാം കേട്ടോ. ഏത് സമയത്തും ആന ഇറങ്ങുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഇങ്ങനെ. നല്ല നീറ്റ് ആയിട്ടുള്ള റോഡാണ്. അതുപോലെ ഇരുവശങ്ങളിലും മുളങ്കാടുകളാണ് കേട്ടോ ഉള്ളത്. കോഴിക്കോട്, നിലമ്പൂര്, ഗൂഡല്ലൂർ അന്തർഗത സംസ്ഥാന പാത ഈ ചുരത്തിലൂടെയാണ് കടന്നുപോകുന്നത്. രാവിലെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് തന്നെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി കേട്ടോ. വേഗം ഡ്രൈവർ ചേട്ടനോട് നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കാൻ പറഞ്ഞിട്ട് ഒരു 10:30 ആയിട്ടുണ്ടാവും. നമ്മൾ പുഴുങ്ങിയ പഴം, പുഴുങ്ങിയ കോഴിമുട്ടയും ചായയൊക്കെ റെഡിയാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അതൊക്കെ അവിടെ നിന്ന് കഴിച്ചു. ഐറൂന് ഞാൻ പഴം കൊടുത്തിട്ടു. അപ്പം അവനും അതവിടെ നിന്ന് കഴിച്ചു. അപ്പം അതൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഓരോ ഹെയർപിൻ വളവുകളിലൂടെയും കാണുന്ന കാഴ്ചകൾ വ്യത്യസ്തമാണ് കേട്ടോ. ഇപ്പം നമ്മളിതാ പൈൻ മരങ്ങളുടെ ഇടയിലൂടെയാണ് പോകുന്നത്. ഈ പൈൻ മരങ്ങളുടെയൊക്കെ ഹൈറ്റ് കണ്ടേ നല്ല ഹൈറ്റ് ആണ്. ഏകദേശം 15 മുതൽ 45 മീറ്റർ അല്ലെങ്കിൽ 50 മുതൽ 150 അടി ഉയരത്തിൽ വരെയുള്ള മരങ്ങളുണ്ട് കേട്ടോ ഇതിൽ. അതുപോലെ പല വെറൈറ്റീസ് ഓഫ് പൈൻ മരങ്ങളും ഉണ്ട്. ഓരോരുത്തരുടെയും സ്പീഷീസിനനുസരിച്ചിട്ട് അതിൻ്റെ ഉയരത്തിലും വ്യത്യാസം ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടെ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം കേട്ടോ. നമുക്കൊന്ന് ചില്ല് ചെയ്യണമെങ്കിൽ, അതുപോലെ ഈ ഒരു സ്ഥലത്ത് കുറച്ച് നേരം വ്യൂ ഒക്കെ കണ്ട് റിലാക്സ് ചെയ്യണമെങ്കിലൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടാണ്. സൺഡേ ആണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത്. അത്യാവശ്യം ട്രാഫിക് ജാം ഉണ്ടാവുന്ന എന്തായാലും അറിയായിരുന്നു. പക്ഷേ ഇതുവരെ നമുക്കങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കേട്ടോ. നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വലിയ ബസ് വന്നിട്ട് അവിടെ ബ്ലോക്ക് ആയതാണ്. ഊട്ടിയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നീലഗിരി മലനിരകളൊക്കെ കാണാം. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നേരിട്ട് കാണാനാണ് ഏറ്റവും മനോഹരം. എത്രത്തോളം അത് ക്യാമറയിൽ ഭംഗി ഉണ്ടാവും എന്നറിയില്ല. എന്നാലും ഞാൻ മാക്സിമം ഇത് ഒപ്പിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ.
ഈ ശരിക്കും ഈ മേഘങ്ങളെയൊക്കെ ടച്ച് ചെയ്ത് പോകുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. ചിത്രം വരച്ചു വെച്ച പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് കാണുമ്പോൾ. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായിട്ടുള്ള നീലഗിരി മല തമിഴ്നാട്ടിലും കർണാടകയിലും കേരളത്തിലുമായിട്ടാണ് കേട്ടോ വ്യാപിച്ച് കിടക്കുന്നത്. ഈ 2637 മീറ്റർ ഹൈറ്റുള്ള ദൊഡാബെട്ട മലയാണ് നീലഗിരി മലയുടെ ഏറ്റവും ഉയരം കൂടിയ പാത. ഗൂഡല്ലൂരൊക്കെ കഴിഞ്ഞ് തലൈക്കുണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പട്ടണത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇത് ഈ ഒരു പട്ടണം ഊട്ടിയിലേക്കുള്ള എൻട്രൻസ് എന്നൊക്കെയാണ് കേട്ടോ അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഏറ്റവും വലിയ സിറ്റിയാണ് കേട്ടോ ഊട്ടി. നീലഗിരിയുടെ ആസ്ഥാനം ഊട്ടി തന്നെയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7350 അടി അല്ലെങ്കിൽ 2240 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഊട്ടിയെ ക്യൂൺ ഓഫ് ഹിൽ സ്റ്റേഷൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഉദകമണ്ഡലം എന്നാണ് ഊട്ടിയുടെ ഔദ്യോഗിക നാമം. ഇന്ത്യയിൽ നീലക്കുറിഞ്ഞി പൂക്കുന്ന അപൂർവം ചില സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് ഇട്ടത്. ഇത്രയധികം ടൂറിസ്റ്റ് വരുന്ന ഒരു സിറ്റി ആയിട്ട് പോലും അധികം ഡെവലപ്മെന്റ്സ് ഒന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് റോഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ വീതി കുറഞ്ഞ റോഡുകളാണ് മിക്ക സ്ഥലങ്ങളിലും ഉള്ളത്. ചിലപ്പോൾ അത് അവരുടെ എക്കോസിസ്റ്റത്തെ അല്ലെങ്കിൽ ആ ഒരു ഊട്ടിയുടെ ബ്യൂട്ടീനെ ബാധിക്കേണ്ടതെന്നുള്ളത് കൊണ്ടായിരിക്കും അധികം ഡെവലപ്മെന്റ്സ് ഒന്നും അവിടെ വരാത്തത്. ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ റോഡിനോട് ചേർന്നിട്ടായിരിക്കും ഉണ്ടാവുക. റോഡും ബിൽഡിങ്ങും തമ്മിൽ വലിയ ഒരു ഡിസ്റ്റൻസ് ഒന്നും ഉണ്ടാവില്ല. എടുത്തു പറയേണ്ടത് ഇവിടുത്തെ റോഡുകളൊക്കെ സ്മൂത്ത് ആയിട്ടുള്ള റോഡുകളാണ് കേട്ടോ. കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത നല്ല റോഡുകളാണ്. ഇത് നമ്മൾ താമസിക്കുന്ന കോട്ടേജിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഇതിന് അടുത്തടുത്തായിട്ട് വീടുകളാണ് ഉള്ളത്. ഈ വീടുകളൊക്കെ ഇതാ ഈ റോഡിനോട് ഇങ്ങനെ ചേർന്നിട്ടാണുള്ളത്. ഇവർക്ക് കോർട്ട്യാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാനിംഗ് ഒന്നും ഇല്ലാതെയാണ് തോന്നുന്നു വീടുകളൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവരുടെ വണ്ടികളൊക്കെ ഈ റോഡിന്റെ സൈഡിൽ തന്നെയാണ് പാർക്ക് ചെയ്യുക. ഒരു ഹിൽ ടോപ്പിലാണ് കേട്ടോ നമ്മളെ കോട്ടേജ് ഉള്ളത്. വണ്ടി അവിടേക്ക് പോവില്ല. അതുകൊണ്ട് നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് ഈ ഒരു സ്റ്റെയർ കയറിയിട്ട് വേണം പോവാൻ. അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്ത് വെക്കാം. 4 ബെഡ്റൂമുള്ള ഹോം സ്റ്റേ ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ചേച്ചിയാണിത്. ഇങ്ങനെ കയറി വരുമ്പം നേരെ ഒരു വലിയ ഹാളാണ്. ഹാളിൽ സോഫയും ചെറിയ ടേബിൾസും അതുപോലെ TV ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ കബോർഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വലിയൊരു റൂമാണ്. ഇവിടെ നമുക്കിതുപോലെ വാർഡ്രോബ് ഉണ്ട്, അതുപോലെ ചെറിയൊരു കബോർഡ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു വരാന്തയാണ് കേട്ടോ. അപ്പം അതിൻ്റെ 2 സൈഡിലായിട്ടും 2 റൂമുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ കിടക്കാൻ പറ്റിയിട്ടുള്ള റൂമാണ്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. പിന്നെ നേരെ പോകുമ്പം കിച്ചണാണ്. കിച്ചണിൻ്റെ അടുത്ത് തന്നെ ഒരു ബാത്റൂം ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ടൊരു ബെഡ്റൂമും ഉണ്ട്. അങ്ങനെ 4 ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂമും ഉണ്ട് കേട്ടോ. അതുപോലെ ഹീറ്ററും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പുറത്തതുപോലെ ഒരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. ആശയായാലും വന്നപ്പോൾ തൊട്ട് അതിൻ്റെ മുകളിൽ തന്നെയായിരുന്നു. അതുപോലെ നമുക്കിങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാനും ഫുഡ് കഴിക്കാനും സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഏരിയ കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 2 മണിയായിട്ടോ. ഇനി ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈറ്റ് സീയിങ്ങിനൊക്കെ പോകാനുണ്ട്. ആ വിശേഷങ്ങളും അതുപോലെ രാത്രിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പുതിയ വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.